കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈ യഥാമതിസ്ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുതാമരുദേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിസുന്ദരമായ വൃന്ദാവന ലീലകളെയാണ് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. സർവ്വവിധത്തിലും കാളിയൻ്റെ വിഷഭണങ്ങളിൽ ഉല്ലാസനൃത്തം ചവിട്ടി ലോകത്തെ അനുഗ്രഹിച്ചതായ ഭഗവാൻ തുടർന്ന് വരുണ ലോകത്ത് ചെന്ന് വരുണനെ അനുഗ്രഹിക്കുന്നതായ രംഗത്തെ വർണ്ണിച്ചു. ഇവിടെ ഭഗവാനും കൂട്ടുകാരും കൂടി പശുക്കളെ മേയ്ക്കാനായി വൃന്ദാവനത്തിൽ നിന്ന് വളരെയധികം ദൂരത്തുള്ള ഒരു വനപ്രദേശത്തിലേക്ക് പോകുന്നതും വളരെ വിശപ്പ് തോന്നി അന്ന് ആഹാരം കൊണ്ടുവന്നില്ല, എന്തു വേണ്ടു എന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോഴാണ് ആഹാരത്തിനെന്താ മാർഗം എന്നന്വേഷിച്ചത്. അപ്പോഴാണ് ആ വനത്തിൻ്റെ അകത്ത് നിന്ന് യാഗശാലയിൽ നിന്നുള്ളതായ പുക ഉയരുന്നത് കണ്ടത്. യജ്ഞശാലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടെ അടുത്തെവിടെയോ യജ്ഞം നടക്കുന്നുണ്ട്. യജ്ഞം നടക്കുന്ന സ്ഥലത്ത് പോയാൽ എന്തായാലും ഭക്ഷണം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് ആ യാഗം ചെയ്യുന്ന ആചാര്യന്മാരോട് പറയുക, രാമകൃഷ്ണന്മാരിവിടെ വന്നിട്ടുണ്ട്, ഭക്ഷണം വേണമെന്ന് പറയുക. അഥവാ അവർ തന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി, കൃഷ്ണൻ്റെ പേര് പറഞ്ഞാൽ മതി. അങ്ങനെ ആ ഗോപാലന്മാർ ചെന്നു യാഗം ചെയ്യുന്ന യാഗശാലയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് അവർ കണ്ടത് നല്ല പാലും നെയ്യും ഇതൊക്കെ അഗ്നിയിലേക്ക് ഇങ്ങനെ ഹോമിച്ചു കൊണ്ടിരിക്കുന്ന ആചാര്യന്മാർ. കുറേ സമയം ഇവർ നോക്കി നിന്നു. അത് കഴിഞ്ഞ് അവർ ചോദിച്ചു, അതെ, ഞങ്ങൾ വൃന്ദാവനത്തിൽ നിന്ന് പശുക്കളെ മേയ്ക്കാൻ വന്ന ഗോപാലന്മാരാണ്. ധാരാളം അവിസ് അല്ലെങ്കിൽ പാല് നെയ്യൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്ക് വിശക്കണുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാർ രാമകൃഷ്ണന്മാർ അവർക്കും വിശക്കണുണ്ട്. ഇതങ്ങ് കേട്ടതും അവർ ചാടി എഴുന്നേറ്റു. യാഗശാലയിൽ ചില ശുദ്ധിയും അശുദ്ധിയൊക്കെ നോക്കിയിട്ട് വേണം കയറി വരാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചമതക്കോലൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് അടി കൊടുക്കാൻ പുറപ്പെട്ടതും ഗോപാലന്മാർ പേടിച്ചോടി. ചെറിയ കുട്ടികളല്ലേ, 7 വയസ്സ് ഏകദേശം പ്രായം അത്രയ്ക്കേ ആയിട്ടുള്ളൂ. പേടിച്ചോടി രാമകൃഷ്ണന്മാരുടെ അടുത്തേക്ക് വന്നു. ഭഗവാൻ ചോദിച്ചു, കിട്ടിയോ? കിട്ടുമെന്ന് വിചാരിച്ചു, ഓടിയതും കൊണ്ട് കിട്ടിയില്ല. കൃഷ്ണ, അവർ ഞങ്ങളെ ചീത്ത പറഞ്ഞു യാഗശാലയിൽ കയറിയതിന്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എൻ്റെ പേര് പറഞ്ഞില്ലേ? നിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് വടിയെടുത്തത്. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഇനി ഒന്നുകൂടി പോകണം. പോകണം. ആ യജ്ഞശാലയുടെ പിറകിൽ ഈ യാഗം ചെയ്യുന്ന ആചാര്യന്മാരുടെ പത്നിമാർ, അമ്മമാരുണ്ടാവും. അവരോട് പോയി പറയൂ, കിട്ടും. അടിയോ? അല്ല, എന്തായാലും ഭക്ഷണം കിട്ടും. അങ്ങനെ രാമകൃഷ്ണന്മാർക്ക് വേണ്ടി ആ ഗോപാലന്മാർ വീണ്ടും പുറപ്പെടുകയാണ്. ഇവിടെ കുറച്ച് അമ്മമാർ സദാസമയവും ആ രാമകൃഷ്ണന്മാരെ ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണനെ ഒന്ന് കാണണം എന്ന് മോഹിച്ചുകൊണ്ട് എത്രയോ കാലമായി കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ മോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വനത്തിൻ്റെ അകത്തുനിന്ന് കൃഷ്ണനെ പോലെ വേഷം കെട്ടിയ ഗോപാലന്മാരുടെ വരവ്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഒപ്പം നടന്നിട്ട് ചിലപ്പോൾ ഗോപന്മാരെ കണ്ടാൽ നമുക്ക് കൃഷ്ണനാണോ എന്ന് തോന്നുമത്രേ. ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയാൽ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്, ഈ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് തൊട്ടിപ്പുറത്തിരിക്കണ അയ്യപ്പനെ നോക്കിയാലും നമുക്ക് ഗുരുവായൂരപ്പനാണോ? ഇപ്പുറത്തിരിക്കണ ഭഗവതിയെ നോക്കിയാലും ഗുരുവായൂരപ്പനാണോ? അതുപോലെ ഉണ്ടാവും. അതുപോലെ ഈ കൃഷ്ണൻ്റെ ഒപ്പം നടന്ന ഗോപാലന്മാരും മയിൽപ്പീലി ചൂടാനും ഗോപിക്കുരു തൊടാനും പീതാംബരം ഞൊറിഞ്ഞുടുക്കാനും ഒക്കെ പഠിച്ചതുകൊണ്ട് ഒരു കൃഷ്ണനെ കാണണമെന്ന് മോഹിച്ചിരിക്കുന്ന അമ്മമാരുടെ അടുത്തേക്ക് ധാരാളം കൃഷ്ണന്മാർ ഇറങ്ങി വരുന്നത് പോലെ കണ്ടു. അവരൊക്കെ ചാടി എഴുന്നേറ്റു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വൃന്ദാവനത്തു നിന്ന് വന്നവരാണ്,
ഞങ്ങളുടെ കൂട്ടുകാർ രാമകൃഷ്ണന്മാർ ഇവിടെ അടുത്തുണ്ട്, അവർക്കൊക്കെ വിശക്കുന്നുണ്ട്, ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്, ഭക്ഷണം വല്ലതുണ്ടാവുമോ തരാൻ എന്നൊക്കെയാണ് ഇവർ ചോദിക്കാൻ വിചാരിച്ചത്. പക്ഷേ അത്രയൊന്നും പറയേണ്ടി വന്നില്ല. സമുദ്രമിവ നിമ്നകാഹ, എപ്രകാരമാണോ ഒരു നദി എത്രയോ പ്രദേശങ്ങൾ പിന്നിട്ട് എത്രയോ തടസ്സങ്ങളിൽ വഴിമാറി ഒഴുകിയും തടസ്സങ്ങളെ തട്ടി നീക്കിയും ആ സമുദ്രത്തിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, അതേ ഭാവത്തിൽ ഭഗവാനെ കാണാൻ എത്രയോ കാലങ്ങളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ധർമ്മപത്നികൾ കൃഷ്ണനവിടെ അടുത്തെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞതും കിട്ടിയ ആ ഭക്ഷണ പദാർത്ഥവുമായി ഓടി വളരെ ദൂരത്തുനിന്ന് അവർ കണ്ടു അതിസുന്ദരനായ ആ രാമകൃഷ്ണന്മാരെ. ഏട്ടൻ്റെ ആ ചുമലിൽ കൂടി കഴുത്തിൽ കൂടിയിട്ട് കൈ കോർത്തിട്ട് ആ വൃക്ഷച്ചുവട്ടിലെ തണലിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഇരിക്കുന്ന കാഴ്ച കണ്ടതും സകല നിവേദ്യങ്ങളും അവിടെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ചില അമ്മമാർ ഭഗവാനത് വാരി വായയിൽ ഊട്ടിക്കൊടുത്തു. ചില അമ്മമാർ രാമകൃഷ്ണന്മാർക്ക് മാറി മാറി ഗോപന്മാർക്കൊക്കെ അവർ തന്നെ ഭക്ഷണം നിവേദിച്ചു. ഇവിടെ ഇവർ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് യാഗശാലയിൽ അഗ്നികുണ്ഡത്തിലേക്ക് ഹോമകുണ്ഡത്തിലേക്ക് യാഗം ചെയ്യുന്ന ആചാര്യന്മാർ അവരൊന്ന് ശ്രദ്ധിച്ചു. അതൊന്നും ദഹിക്കുന്നില്ല, വേണ്ടതുപോലെ കത്തുന്നില്ല, ഒക്കെ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുക. ഈ ഹോമിച്ച ദ്രവ്യങ്ങളെല്ലാം പുകയുമ്പോഴാണ് ഇവരുടെ മനസ്സും ഒന്ന് പുകയാൻ തുടങ്ങിയത്. കഷ്ടയെ, യജ്ഞസ്വരൂപനായ ഭഗവാൻ ഇത്ര അടുത്തുണ്ടായിട്ടും ആ ഭഗവാന് നേരിട്ട് കൊണ്ട് സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ. എന്തേ കാരണം? കംസാൽ ഭീത അല്ലേ? അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കംസൻ്റെ ഓർഡറാണ് യാഗം ചെയ്യാൻ പാടില്ല ഒരാളും, വിഷ്ണുവിനെ പൂജിക്കാൻ പാടില്ല എന്നുള്ളത്. എങ്കിലും നമ്മുടെ ധർമ്മമാണിത് എന്നറിഞ്ഞ് കംസനെ ഭയന്ന് വളരെ ദൂരത്ത് വന്ന് യാഗം ചെയ്യുന്നതായ ആ ആചാര്യന്മാർക്ക് പക്ഷെ കംസൻ്റെ ആ ശാസനയെ മറികടക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ ആ അമ്മമാരിത ഭഗവാന് നിവേദിച്ചു എന്നുള്ളതായ രംഗത്തെ പാടി. പിന്നീട് വൃന്ദാവനത്തിൽ വലിയൊരു മീറ്റിംഗ് നടന്നു. ആ സഭ കഴിയുമ്പോഴേക്കും വൃന്ദാവനം വളരെ പെട്ടെന്ന് ഒരു ഉത്സവഭാവത്തിലേക്ക് അവിടെ ഉയർന്നു. വലിയ വലിയ യാഗശാലകളും ഹോമകുണ്ഡങ്ങളും അന്നദാനശാലകളും ഒക്കെ ഒരുങ്ങി പല നാട്ടിൽ നിന്നുള്ളതായ ആചാര്യന്മാരൊക്കെ വന്നു ചേരാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടതായ സമയത്ത് 7 വയസ്സുകാരനായ ഭഗവാൻ വന്ന് നന്ദഗോപരെ നമസ്കരിച്ചു. കൃഷ്ണനെ എടുത്ത് മടിയിലേക്ക് അവിടെ ചേർത്ത് വെച്ചു. ചോദിച്ചു, അല്ലേ, എന്താ അച്ഛാ വൃന്ദാവനത്തിൽ നടക്കാൻ പോണത്? വല്ല ഉത്സവമോ മറ്റോ നടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് നന്ദഗോപര് പറഞ്ഞത്, ഒരു യാഗം നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് യാഗം? ഇന്ദ്രയാഗം. അപ്പം അടുത്ത ചോദ്യം, എന്തിനാ ഇന്ദ്രന് യാഗം ചെയ്യുന്നത്? മഴ പെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ദ്രനാണോ മഴ പെയ്യിക്കുന്നത്? അതെ. അച്ഛൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. അല്ലേ, കുട്ടികളിങ്ങനെയാണ്. പഴയ കാലത്തൊക്കെ കുട്ടികളിങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. പണ്ടത്തെ കാലത്ത് കുട്ടികൾ ഇതെന്താ അച്ഛാ അതെന്താ അച്ഛാ എന്നൊക്കെ ചോദിക്കും. ഇല്ലേ, ഇപ്പോൾ പിന്നെ നമ്മളോട് ചോദിക്കേണ്ട, ഒക്കെ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. ഇവിടെ നന്ദഗോപര് പറഞ്ഞു, ദേവേന്ദ്രന് ഒരു യാഗം നടത്തുകയാണ് മഴ പെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്ത സംശയം, ഈ യാഗം ചെയ്യുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സമുദ്രത്തിൽ, മരുഭൂമിയിൽ, വനാന്തരങ്ങളിലൊക്കെ മഴ പെയ്യണുണ്ടല്ലോ, അവിടെ ഒന്നും ആരും യാഗം ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ യാഗം ചെയ്തത് കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മഴ ആർക്കേ കിട്ടാൻ പാടുള്ളൂ? നമ്മുടെ പഞ്ചായത്തിൽ മാത്രം. അങ്ങനൊരു മഴയുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ യാഗം ചെയ്താലും നമ്മൾ യാഗം ചെയ്തിട്ടില്ലെങ്കിലും മഴ പെയ്യിക്കുക എന്നുള്ളത് ഇന്ദ്രൻ്റെ കർത്തവ്യമാണ്. കാരണം ആരാ ഈ ദേവേന്ദ്രൻ? 71 ചതുർയുഗം അഥവാ ഒരു മന്വന്തരം ദേവസിംഹാസനത്തിലിരിക്കാൻ കാലം നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ദേവേന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ എൻ്റെ കഴിവാണിത് എന്ന് അഹങ്കരിക്കണമെങ്കിൽ അത് ഇന്ദ്രൻ്റെ വിഡ്ഢിത്തന്നേ പറയാനുള്ളൂ. കാരണം ആ സിംഹാസനത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും മാത്രമേ ഇന്ദ്രന് ഇത് ചെയ്യാനുള്ള കഴിവുള്ളൂ. അല്ലേ, ഇപ്പോൾ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ആ ഷൂ എന്നുള്ള ഒരു ഒപ്പിന് വേണ്ടിയിട്ട് പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യും. ഒരു ഒപ്പ് കിട്ടിയാൽ മതി വില്ലേജ് ഓഫീസറുടെ. ഇയാൾ റിട്ടയർഡായി വീട്ടിലെത്തിക്കഴിഞ്ഞാലോ ആർക്കെങ്കിലും ഇയാളുടെ ഒപ്പ് വേണോ? ആർക്കും വേണ്ട. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതുപോലെ ഈ അധികാരത്തിലിരിക്കുമ്പോഴേ ഇന്ദ്രനിത് സാധിക്കും. അതുകൊണ്ട് ദേവേന്ദ്രൻ കണക്കാക്കണം,
എൻ്റെ കഴിവല്ല, ഈ അധികാരത്തിൻ്റെ കഴിവാണ്. അത് തന്ന ഭഗവാനോട് അടങ്ങി ഒതുങ്ങി നിൽക്കണം ദേവേന്ദ്രൻ. അത് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെയൊരു പ്രവൃത്തി ഇവിടെ നടത്തുന്നത്. ഏതായാലും നമുക്ക് പ്രത്യക്ഷമായിട്ട് ഇവിടെ വൃന്ദാവനത്തിന് സകല ഐശ്വര്യവും തരുന്നത് ഈ ഗോവർദ്ധന പർവ്വതമല്ലേ? യമുനയുടെ ജലനിരപ്പും ഈ പറയുന്നതായ സകല തരത്തിലുള്ള പശുക്കൾക്കുള്ള പച്ചപ്പുല്ലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഗോവർദ്ധന പർവ്വതം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഗോവർദ്ധനത്തെ വേണം പൂജിക്കാൻ. എല്ലാവർക്കും ഇത് പുതിയൊരാശയമായിട്ട് തോന്നി. അങ്ങനെ ഇന്ദ്രന് നടത്താൻ നിശ്ചയിച്ചതായ യാഗം ഗോവർദ്ധനത്തിന് നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോഴാണ് വേറൊരു പ്രശ്നം. കൃഷ്ണ, ഈ ദേവേന്ദ്രനുള്ള ഇന്ദ്രയാഗത്തിനുള്ള ലിസ്റ്റൊക്കെ ശാണ്ഡില്യ മഹർഷി തന്നിട്ടുണ്ട്, ചമത ദർഭ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഗോവർദ്ധനയാഗത്തിന് എന്തൊക്കെയാണ് ലിസ്റ്റ് വേണ്ടത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിൻ്റെ ലിസ്റ്റ് ഞാൻ തരാം, അച്ഛൻ എഴുതിക്കോളൂ. ആദ്യം അപ്പം. ഒരു പൂജയുടെ ലിസ്റ്റ് എഴുതുമ്പോൾ ആദ്യം തന്നെ അപ്പം എന്നാണോ എഴുതുക? രണ്ടാമത്തത് ലഡു, മൂന്നാമത്തത് ജിലേബി, നാലാമത്തത് മുറുക്ക്. ഇതെന്താ, തിന്നേണ്ടത് മാത്രമേ ഉള്ളൂ, അത് മതി. അപ്പോൾ പൂവൊന്നും വേണ്ടേ? വേണമെങ്കിൽ കുറച്ച് കയ്യിൽ വെച്ചോളൂ, നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. പൂവും ചമതയൊന്നും ആവശ്യമില്ല. അങ്ങനെ വലിയ വലിയ പാത്രത്തിൽ ഈ നൈവേദ്യ സാധനങ്ങളൊക്കെ എടുത്ത് ആ ഗോവർദ്ധന പർവ്വതത്തിന് മുൻപിൽ കൊണ്ടുവച്ച് ഹരിദാസനായ ആ ഗോവർദ്ധനത്തെ അവർ നാമം ജപിച്ച് പ്രദക്ഷിണം വെച്ചങ്ങ് നമസ്കരിച്ചപ്പോൾ ശൈലോസ്മീതി, മരപ്രഭുവും അമരപ്രഭുവും താനാണ് എന്ന് പറഞ്ഞതായ ഗുരുവായൂരപ്പൻ ആ ഗോവർദ്ധന പർവ്വതത്തിലേക്ക് ആവേശിച്ച് അവരെ എല്ലാം സന്തോഷത്തോടെ അനുഗ്രഹിച്ചു. ഗുഹ പോലെയുള്ള തൻ്റെ വായ തുറന്ന് പറഞ്ഞു, എല്ലാവരും കൊണ്ടുവന്ന നിവേദ്യം എനിക്ക് തന്നോളൂ, ഞാൻ സ്വീകരിച്ചോളാം. ഇപ്പോൾ രണ്ട് കൃഷ്ണന്മാരാ. ഒന്ന് ഗോവർദ്ധന പർവ്വതമായിട്ട് നിൽക്കുന്ന ഒരു കൃഷ്ണൻ, വായ തുറന്നിരിക്കുന്ന ഗോവർദ്ധനത്തെ കണ്ട് നന്ദഗോപരെ കെട്ടിപ്പിടിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു കൃഷ്ണൻ. കൃഷ്ണൻ നന്ദഗോപരോട് പറഞ്ഞു, അച്ഛാ വേഗം കൊടുത്തോളൂ, ഇല്ലെങ്കിൽ ഇത് നമ്മളെ തന്നെ വിഴുങ്ങുമെന്ന പേടി. പറയേണ്ട താമസം നന്ദഗോപര് ആ വലിയ പാത്രത്തിൽ നിന്ന് ഒരു 2 ലഡു എടുത്തിട്ട് ഈ ഗോവർദ്ധനത്തിൻ്റെ വായിലേക്ക് ഇട്ടുകൊടുത്തു. ഭഗവാൻ ചോദിച്ചു, ഇതെന്താ? അല്ല, ബാക്കിയൊക്കെ റെസീറ്റാക്കി ആൾക്കാർക്കൊക്കെ കൊടുക്കാനുണ്ട്. അതൊന്നും വേണ്ട, ഒക്കെ ഭഗവാനെ സമർപ്പിക്കൂ. അങ്ങനെ കൊണ്ടുവന്ന സകല നിവേദ്യങ്ങളും അവിടെ സമർപ്പിച്ചു. നിങ്ങളെ ഞാൻ രക്ഷിച്ചോളാമെന്ന് അവിടെ ഒരു അശരീരി ഉണ്ടായപ്പോൾ എല്ലാവർക്കും ബോധ്യായി. പിന്നീട് ദേവേന്ദ്രൻ ഇത് സഹിച്ചില്ല, അതിഗംഭീരമായിട്ടുള്ള വർഷം ആരംഭിച്ചു. ആ സ്ഥൂല വരുഷധാര തൂണുപോലെ വണ്ണത്തിൽ മഴ പെയ്യാൻ തുടങ്ങിയതും തണുത്തു വിറച്ച ഗോപീഗോപന്മാരെല്ലാവരും ചേർന്ന് കൃഷ്ണനെ ശരണാഗതി ചെയ്തു. കണ്ടില്ലേ കൃഷ്ണ, ഇന്ദ്രോ നാശായ വരുഷതി. ആ ദേവേന്ദ്രൻ്റെ അഹങ്കാരമായത്. അയാൾക്ക് യാഗം കിട്ടാത്തതിൻ്റെ അസൂയ കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് രക്ഷിക്കണം. ഭഗവാൻ പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാമെന്ന് ഗോവർദ്ധനം വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗോവർദ്ധനത്തിനടുത്തേക്ക് വരും. അങ്ങനെ സകല ഗോപികമാരും ഗോപന്മാരും അവരവരുടെ വീട്ടു സാധനങ്ങളും പശുക്കളെയൊക്കെ കൂട്ടി ആ ഗോവർദ്ധന പർവ്വതത്തിനടുത്തേക്ക് എത്തിയിടും. അവിടെ വച്ച് ഭഗവാന്റെ ഒരു അത്ഭുത ലീല. ഇത്ര സമയവും ഇത്ര കാലവും കൃഷ്ണലീലകളെല്ലാം ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ആയിരുന്നു, ഇവർക്ക് പ്രത്യക്ഷമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രത്യക്ഷമായി ആ ഭഗവാന്റെ അത്ഭുതഭാവത്തെ അവർ അനുഭവിക്കുന്നു. ഇത്യുക്തൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാര ലീലയാ കൃഷ്ണ ഛത്രാകം ഇവ ബാലക. ഭഗവാന് ഇതൊരു ലീല പോലെ അല്ലേ? എന്താ, വിശ്വം ചമയ്ക്കും ഉടനെയതു കാത്തഴിക്കും വിശ്വൈകനാഥനൊരു കളിപ്പുരയെന്ന പോലെ. ഒരു കുട്ടി കുറേ പമ്പരമുള്ള ഒരു സഞ്ചി കൊണ്ടുവന്നു, നടുവിലൊരു പമ്പരം തിരിച്ചു, അതിൻ്റെ ചുറ്റുമായിട്ട് കുറേ പമ്പരങ്ങളൊപ്പം തിരിച്ചു. ഇതൊക്കെ കറങ്ങണത് കണ്ടിങ്ങനെ രസിച്ചു. കളിമതിയെന്ന് തോന്നിയപ്പോൾ ഇതൊക്കെ എടുത്ത് സഞ്ചിയിലേക്ക് തിരിച്ചിട്ടു. ഇതുപോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടിസ്ഥിതി സംവിധാനങ്ങൾ എന്നിരിക്കെ ആ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ ഇതാ പറിച്ചെടുത്ത് തൻ്റെ ഇടത്തേ കൈ ചെറുവിരലിന് മുകളിലായിട്ടവിടെ ഉയർത്തി. ഭഗവാൻ ആ പർവ്വതം പറിച്ചെടുത്ത കുഴിയിൽ നിന്ന് എല്ലാവരെയും വിളിച്ചു, എല്ലാവരും വന്നോളൂ. സകലരും ആ ഭഗവാന്റെ അടുത്തേക്ക് ഇതാ ചെന്നു. 7 ദിവസം പുറത്ത് ദേവേന്ദ്രൻ്റെ അതിഗംഭീരമായ ശരവരുഷം, അകത്ത് ഭഗവാന്റെ വേണുഗാന വരുഷം. അപ്പം ആദ്യം ഇവർക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു അല്ലേ? എന്തൊരത്ഭുത, കൃഷ്ണൻ്റെ കയ്യിലുമുള്ള ഇതൊക്കെ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു.
ഈ അത്ഭുതം എന്നുള്ളതിന് കുറച്ച് സമയമേ ആയുസുള്ളൂ ശരിക്കും, അല്ലേ? ട്രെയിൻ ആദ്യം കണ്ടപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു, വിമാനം ആദ്യം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടിരുന്നു, മൊബൈൽ ആദ്യം ഇറങ്ങിയപ്പോൾ അത്ഭുതപ്പെട്ടിരുന്നു. ഇതുപോലെ കൃഷ്ണൻ ആദ്യം ഇതങ്ങ് പൊക്കിയപ്പോൾ എല്ലാവരും അത്ഭുതം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനം പറയാൻ തുടങ്ങി. ചില അമ്മമാരൊക്കെ അവിടെ അടുപ്പ് കൂട്ടി ചായ വയ്ക്കാൻ തുടങ്ങി. പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ കിടക്ക വെച്ച് കിടക്കാൻ തുടങ്ങി. എന്തിനേറെ പറയണു, ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളുള്ളത് എന്ന് പോലും അവർ മറന്നുപോയി. അഥവാ അവർ പർവ്വതത്തെ കാണാനൊന്ന് മുഖം ഉയർത്തിയാൽ അവർ കാണണത് എന്താ വെച്ചാൽ ഓടക്കുഴൽ വിളിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന കൃഷ്ണനെയാ. ഭഗവാനെ അങ്ങ് കണ്ടാൽ പിന്നെ പർവ്വതത്തെ അവർ ഓർമ്മിച്ചില്ല എന്ന്. അപ്പം എന്തേ ഭാഗവതം പറയണമെന്ന് വെച്ചാൽ, നമുക്കായാലും പർവ്വതം പോലെ എടുത്താൽ പൊക്കാൻ പറ്റാത്ത ദുഃഖഭാരം ജീവിതത്തിൽ വന്നു ചേർന്നാൽ, ഏതൊരു പ്രാരബ്ധഭാരമാവട്ടെ, ഈ ഭാഗവതത്തെ ഒന്ന് ആശ്രയിക്കൂ. ഭഗവാന്റെ കഥകൾക്ക് മുൻപിലൊന്ന് വന്നിരുന്നാൽ ഈ ദുഃഖഭാരം, പർവ്വതത്തിൻ്റെ ഭാരമൊന്നും അറിയാതെ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കും. ഭാഗവതം അത്തരത്തിൽ നമുക്ക് അനുഗ്രഹം തരും എന്നാണ് പറയണത്. ഏതായാലും ഇവിടെ 7 ദിവസം കഴിയുമ്പോഴേക്കും ഇന്ദ്രൻ്റെ ടാങ്കിൽ വെള്ളമൊക്കെ തീർന്നു, മേഘങ്ങളൊക്കെ പിൻവലിഞ്ഞു. ഭഗവാൻ ഗോവർദ്ധനത്തെ സ്വസ്ഥാനത്തേക്ക് അവിടെ സ്ഥാപിച്ചു. സർവ്വവിധത്തിലും ഗോപികമാരും ഗോപന്മാരും എല്ലാവരും ചേർന്ന് നന്ദഗോപരെ അങ്ങ് വളഞ്ഞു. വേദു ശങ്കാചവോർഭകെ, നന്ദഗോപരെ, ഞങ്ങൾക്കിപ്പോൾ അങ്ങയുടെ കുട്ടിയെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെയുണ്ട്. ഇത്രകാലം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, അങ്ങും വെളുത്തിട്ട് യശോദയും വെളുത്തിട്ട് ഇതെന്താ നിറം മാറിപ്പോയതെന്നാ. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കതൊന്നുമല്ല സംശയം. ക്വസപ്തകായനോ ബാല കരേണൈകേന ലീലയാ കഥം ബിഭ്രൽ ഗിരിവരം പുഷ്കരം ഗജരാടിവ. 7 വയസ്സുള്ള അങ്ങയുടെ ഉണ്ണി ഒരു മതയാന താമരപ്പൂവ് പൊട്ടിച്ചെടുക്കുന്നത് പോലെ ഈ ഗോവർദ്ധന പർവ്വതത്തെ പറിച്ചെടുക്കുന്നത് ഞങ്ങൾ കണ്ടതല്ലേ. ഈ കഴിഞ്ഞ 7 നാളുകൾ ഈ കൃഷ്ണൻ ഞങ്ങളെ കുന്നിനെ കുടയാക്കി രക്ഷിച്ചില്ലേ. ഇപ്പോൾ ഞങ്ങളൊന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ ഇതുവരെ എത്ര ആപത്തുകളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ കരുതി ഏതോ ഒരു ശക്തി, ഏതോ ഒരു ഈശ്വരൻ ഞങ്ങളെ രക്ഷിക്കുന്നു എന്നാണ്. പൂതന എന്നൊരു രാക്ഷസി അമ്പാടിയുടെ മുറ്റത്ത് പണ്ട് മലർന്നടിച്ച് വീണപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈശ്വരൻ രക്ഷിച്ചു കൃഷ്ണനെ. തൃണാവർത്തനും ശകടാസുരനും മഖാസുരനും ബഗാസുരനും ഒക്കെ പല വിധത്തിൽ വൃന്ദാവനത്തിൽ വന്നപ്പോൾ അവരൊക്കെ മരിച്ചു വീണത് ഏതോ ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി, ഞങ്ങൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ഉണ്ണിയായ കൃഷ്ണനാണ്. പറയൂ, ആരാ അങ്ങയുടെ ഉണ്ണി? ശകടാസുരൻ മരിച്ച സമയത്ത് എൻ്റെ മകൻ എന്നോട് പറഞ്ഞതാ, അച്ഛാ ഞാൻ കണ്ടു കണ്ണൻ്റെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് ആ കാളുവണ്ടി പൊടിഞ്ഞതെന്ന്. അവൻ എൻ്റെ മുമ്പിൽ സത്യം പറഞ്ഞു. പക്ഷേ ബാലഭാഷിതം, കുട്ടിയല്ലേ, എന്തോ അറിവ് ഇല്ലാണ്ട് പറയണു എന്ന് ഞാൻ അന്ന് കരുതി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണൻ തന്നെയാ ശകടാസുരനെ കൊന്നത്, ഈ കൃഷ്ണൻ തന്നെയാ പൂതനയെ വധിച്ചത്. പറയൂ, ആരാ അങ്ങയുടെ ഉണ്ണി? എന്താ ഈ ഗോപന്മാർക്ക് ഇപ്പം ഇങ്ങനൊരു സംശയം വരാൻ കാരണം എന്നാണെങ്കിൽ, നന്ദഗോപരുടെ ഭാവം ശ്രദ്ധിച്ചു അവരെന്ന. കാരണം ഈ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ഭഗവാൻ ഗോവർദ്ധനത്തെ കുടയാക്കി ഗോകുലത്തെ മുഴുവൻ രക്ഷിക്കുമ്പോഴും എല്ലാവരും ഇത് കണ്ട് ആശ്ചര്യം അത്ഭുതം എന്നൊക്കെ പറയുമ്പോഴും നന്ദഗോപരുടെ മുഖത്തു മാത്രം ഒരു ഭാവവ്യത്യാസവും. ഒരു ഭാഗത്ത് മാറി നന്ദഗോപർ ഇത് കണ്ട് തൊഴുതങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളായിരുന്നു നന്ദഗോപരുടെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അഹങ്കാരം? എൻ്റെ മോനാ, ഞാൻ അങ്ങനെ അവനെ വളർത്തിയതേ അല്ലേ. ഇവിടെ നന്ദഗോപർ അതിൽ നിന്നൊക്കെ മാറി ഏകാന്തതയിൽ എങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇവർക്ക് സംശയം വന്നത്. കാരണം നന്ദഗോപർക്കറിയാം ഈ കൃഷ്ണൻ്റെ ഈ ഒരു അത്ഭുത പ്രവൃത്തിയിൽ ഒരു തരത്തിലും അത്ഭുതമില്ലാതെ മാറിയിരിക്കുമ്പോൾ നന്ദഗോപർക്കറിയാം കൃഷ്ണൻ ആരാണ് എന്ന്. സത്യം പറയൂ നന്ദഗോപരെ, അന്ന് ആ ഗർഗമഹർഷി വന്ന് നാമകരണം ചെയ്ത് ദക്ഷിണയൊക്കെ വാങ്ങി പോകുന്ന സമയത്ത് അങ്ങയെ ഒരു മൂലയ്ക്കേക്ക് വിളിച്ചിട്ട്
എന്തോ ചെവിയിൽ കുശു 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 രഹസ്യം പറഞ്ഞു. ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യം പറയൂ, അന്ന് ഗർഗാചാര്യർ പറഞ്ഞ ആ രഹസ്യം അങ്ങയ്ക്ക് അറിയണത് കൊണ്ടാണ് കൃഷ്ണൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ അങ്ങയ്ക്ക് ഒരു തരത്തിലും അത്ഭുതം തോന്നാത്തത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഗർഗമഹർഷി പകർന്നു തന്ന ആ മഹാരഹസ്യം തസ്മാൽ നന്ദ കുമാരോയം നാരായണ സമോ ഗുണാഹ. ഹേ നന്ദഗോപരെ, അങ്ങയുടെ ഈ ഉണ്ണിയുണ്ടല്ലോ നാരായണന് സമം ഗുണമുള്ളവനാണ്. നാരായണന് സമം ആർക്കാ ഗുണം? നാരായണനേ ഉള്ളൂ. അപ്പോൾ സാക്ഷാൽ ഈശ്വരനാണ് എന്നുള്ളതായ ആ ഒരു വാക്ക് നന്ദഗോപരങ്ങ് പറഞ്ഞതും അത്ഭുതമായി ഗോപികമാർക്കും ഗോപന്മാർക്കൊക്കെ. നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഒരു ബന്ധു, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടി ഭഗവാനാണ് എന്നറിഞ്ഞാൽ നമുക്ക് സന്തോഷമാവോ സങ്കടമാവോ? നമ്മുടെ ഒരു കുട്ടി, നമ്മുടെ ഒരു സുഹൃത്ത് ഭഗവാനാണ് ഈശ്വരനാണ് എന്നറിഞ്ഞാൽ സന്തോഷമാവോ സങ്കടമാവോ? സന്തോഷമാവും. എന്നാൽ ഇവിടെ ഗോപികമാർക്കൊക്കെ വല്ലാത്ത സങ്കടമായി. അതാണ് കൃഷ്ണാവതാരത്തിൻ്റെ ആ ഒരു തന്മയീഭാവം. ഈശ്വരീയത ഒരിക്കലും പ്രകടിപ്പിക്കാതെ അവരുടെ ഒപ്പം ചേർന്നതായ ആ ഭഗവാൻ കൃഷ്ണൻ ഈശ്വരനാണെന്ന് അറിഞ്ഞപ്പോൾ ഗോപികമാർ ചിലർ കരയാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്, ചെരുപ്പ് വരെ ഞാൻ കഴുകിച്ചിട്ടുണ്ട്. വേറൊരു ഗോപന് വല്ലാത്ത സങ്കടം, ഇന്നലെയും കൂടി വെണ്ണ മോഷ്ടിക്കാൻ ഈ കൃഷ്ണൻ്റെ മുതുകിൽ ചവിട്ടിയിട്ടാണ് ഞാൻ കയറിയത്, ഈശ്വരനെ ചവിട്ടിയില്ലേ ഞാൻ എന്നൊക്കെ ഭാവത്തിൽ അവരെ വിഷമിക്കുന്നത് കണ്ടതും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി വന്നു. ഭഗവാന്റെ ആ പുഞ്ചിരിയാകുന്ന മായയിൽ അറിഞ്ഞ ആ പരമരഹസ്യം അവിടെ മറഞ്ഞു. അവരെല്ലാവരും കൃഷ്ണനെ വേണ്ടതുപോലെ അങ്ങനെ സ്വീകരിച്ച് ആലിംഗനം ചെയ്തു. അവരെല്ലാം ഭഗവാൻ തിരിച്ചു വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചു. ഇവിടെ ഭഗവാനോട് അവർ ചോദിച്ചു, കൃഷ്ണൻ വരുന്നില്ലേ? ഇല്ല. ഇപ്പോൾ ഒരാൾ വരാനുണ്ട്, ഞാൻ അയാളെയും കൂടെ കണ്ടിട്ട് വന്നോളാം. ആര്? ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അരികിലുള്ളതായ പാറയുടെ മുകളിൽ കാത്തിരിക്കുകയാണ്. ഒരാൾ അതിൻ്റെ പിറകിൽ ഒരു മരം, ആ മരത്തിൻ്റെ പിറകിൽ സ്വന്തം തല മരത്തിനിങ്ങനെ ഇടിക്കണുണ്ട്. പറ്റിപ്പോയല്ലോ. ആര്? ദേവേന്ദ്രൻ. ഇനി തിരിച്ച് സ്വർഗലോകത്തിലേക്ക് താൻ കടക്കണമെങ്കിൽ ഈ 7 വയസ്സുകാരൻ്റെ കയ്യിൽ നിന്നൊരു ഒപ്പ് കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. ഓടി വന്ന് ഭഗവാന്റെ പാദത്തിലേക്ക് വീണങ്ങ് നമസ്കരിച്ച് സ്തുതിച്ചു ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ ആളും എടുക്കണം അല്ലേ? സ്വതവേ നമ്മളൊക്കെ ഒരു തെറ്റ് ചെയ്താൽ അല്ലേ, നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കാം. നമ്മൾ സ്വതവേ തെറ്റ് ചെയ്യാറില്ല, എന്നാലും നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് തന്നെ വിചാരിക്കാം. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് എന്താ പറയുക? ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് പറയും, എന്നിട്ട് ചെയ്യും. അതന്നെ ഇവിടെ ദേവേന്ദ്രനും ഭഗവാനോട് പറയണത് ഇതാണ്, ഭഗവാനെ ഇനിയും ഞാൻ ചിലപ്പോൾ ഇതുപോലെ തെറ്റ് ചെയ്തേക്കാം, പക്ഷേ അങ്ങ് എന്താ വേണ്ടതെന്നറിയോ? അപ്പോഴൊക്കെ ശിക്ഷിക്കേണ്ടതുപോലെ എന്നെ ശിക്ഷിച്ച് ഈ പാദത്തിലേക്ക് ചേർത്തു പിടിക്കണം. ത്വമേവ മാതാച പിതാത്വമേവ എന്ന ഭാവത്തിൽ ഞങ്ങൾക്കെല്ലാമായിരിക്കുന്നതായ അങ്ങയുടെ ഈ തൃപ്പാദത്തെ വിട്ട് മറ്റൊന്നിലേക്കും ഞങ്ങൾക്ക് മോഹം തോന്നാത്ത വിധത്തിൽ, ദേവലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ അഹങ്കാരം ബാധിക്കണമെങ്കിൽ അതെല്ലാം മാറ്റി നീ മാത്രമാണ്, നീ എനിക്കൊരു ബന്ധുകൃഷ്ണ എന്ന ഭാവത്തിൽ ഈ തൃപ്പാദത്തെ തന്നെ ശരണാഗതി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് ദേവേന്ദ്രൻ സ്തുതിക്കുന്നതും ഭഗവാൻ വേണ്ടതുപോലെ ഇന്ദ്രനെ അനുഗ്രഹിച്ച് ദേവലോകത്തേക്ക് പറഞ്ഞേക്കുന്നതും ഗോമാതാവായ സുരഭീദേവി വന്ന് ഗോകുലത്തെയും ഗോക്കളെയും രക്ഷിച്ചതായ ആ ഭഗവാനെ ഗോവിന്ദനായി പട്ടാഭിഷേകം ചെയ്യുന്നതായ ഗോവിന്ദാഭിഷേക രംഗം. പിന്നീടാണ് ഭഗവാൻ വരുണലോകത്ത് ചെന്ന് വരുണനെ അനുഗ്രഹിക്കുന്നതായ രംഗത്തെ കൂടി അവിടെ വർണ്ണിച്ചു. അങ്ങനെ ഇന്ദ്രനെ ജയിച്ചു, ബ്രഹ്മാവിനെ ജയിച്ചു, അഗ്നിയെ ജയിച്ചു, വരുണനെ ജയിച്ചു. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള സർവ ശക്തികളെയും ജയിച്ചുകൊണ്ട് തൻ്റെ അവതാര മഹിമ ലോകത്തിന് മുൻപിൽ കാട്ടിക്കൊടുക്കുന്ന രംഗത്തിലാണ് ഒരാളെ കൊണ്ടും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ഭാവത്തിൽ അഹങ്കരിച്ചിരുന്നതായ കാമദേവൻ ആ കാമനെ ജയിച്ചതായ ലീലയിലേക്കാണ് പിന്നീട് രാസക്രീഡ അഥവാ രാസപഞ്ചാധ്യായി എന്ന പ്രകരണത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ രാസക്രീഡ എന്ന പ്രകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിനൊരു പീഠിക എന്നോടമാണ് നമ്മൾ മുമ്പ് കാത്യായനീ വ്രതവും ഗോപീവസ്ത്രാപഹരണവും വർണ്ണിച്ചത്. സർവവിധത്തിലും സാക്ഷാൽ ജഗദംബിക മായാഭഗവതിയെ പ്രാർത്ഥിച്ചു, ഒരു മണ്ഡലകാല വ്രതം അനുഷ്ഠിച്ചു ഗോപികമാര് എന്നും
ആ വ്രതത്തിൻ്റെ സമാപന രംഗത്തിൽ അവരുടെ ദേഹാഭിമാനത്തെ പരിപൂർണമായും അകറ്റാനായി ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളെ അപഹരിച്ചു. അതോടുകൂടി എന്തായി? ആ ജീവൻ സർവ്വവിധത്തിലും ഭഗവാനിലേക്ക്, പരമാത്മാവായ കൃഷ്ണനിലേക്ക് ചേരാനുള്ളതായ പരിശുദ്ധിയെ നേടി. ഭഗവാന്റെ മുമ്പിലേക്ക് പോവാൻ, ഭഗവാനിലേക്ക് ചേരാൻ, ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ, നാമം ഉറക്കെ ജപിക്കാൻ ഒക്കെ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ ദേഹാഭിമാനമാണ്. ഇതിൻ്റെ മുകളിൽ അണിഞ്ഞിരിക്കുന്ന കുറേ വേഷങ്ങൾ അല്ലേ, ഞാനെന്നും എൻ്റെതെന്നും എനിക്കനേകം സ്ഥാനങ്ങളുണ്ട്, ഇന്ന നാട്ടിൽ ഇന്ന വീട്ടിൽ ഇന്നയാളിന് ഇന്ന മകൻ എന്നൊക്കെയുള്ളതായ കുറേ അഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ വച്ചതുകൊണ്ട് ഭഗവാന്റെ അടുത്തെത്തി ഭഗവാനെ പരിപൂർണമായി ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണില്ല. ഇവിടെ അത്തരത്തിലുള്ള സകല ദേഹാഭിമാനത്തെയും നീക്കിയപ്പോൾ എന്തായി? പരിശുദ്ധമായി അവരുടെ ജീവൻ പരിപൂർണമായും ആ ഭഗവാനിലേക്ക് ചേരാനായി തയ്യാറായി. അങ്ങനെ ഇരിക്കെയാണ് ഭഗവാന പിതാരാത്രി ശരദോദ്ഭുല്ലമല്ലിക വീക്ഷ്യരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. വൃന്ദാവനത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ശുകബ്രഹ്മ ഋഷി പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഏത് ഋതുക്കളും സൗന്ദര്യമുള്ളതാണത്രേ അല്ലേ. നമ്മളിപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്, അയ്യോ വേനൽക്കാലം ഇനിയിപ്പോൾ എങ്ങനെയാണ് മാർച്ചും ഏപ്രിലും ഒക്കെ സഹിക്കുക എന്നൊക്കെ. എന്നാൽ വൃന്ദാവനത്തിൽ കൃഷ്ണനുള്ള കാലത്ത് എല്ലാ ഋതുക്കളും സുന്ദരമായിരുന്നു. അങ്ങനെ ഭഗവാനുള്ള അതിസുന്ദരമായ വൃന്ദാവനത്തിലെ അതിസുന്ദരമായ ഒരു രാത്രിയിൽ സർവവിധത്തിലും ആ രാത്രിയിൽ യോഗമായാദേവി പ്രകൃതീശ്വരി വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ രാസനൃത്തത്തിനുള്ളതായ രീതിയിൽ ആ അന്തരീക്ഷത്തെ അണിയിച്ചൊരുക്കി അതിസുന്ദരമായി ഭഗവാൻ വേണുഗാനം മുഴക്കാനായിട്ട് ആരംഭിച്ചു. ആ വേണുഗാനം കേട്ടതും സകല ഗോപികമാരും അവരവരുടെ ദേഹാഭിമാനത്തെയും എല്ലാം മറന്ന് ഭഗവാന്റെ മുൻപിലേക്ക് ഓടിപ്പോയി എന്നാണ്. ദേഹാഭിമാനത്തെ വിട്ടിട്ടാണ് അവർ പോയത് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് വെച്ചാൽ വ്യത്യസ്ത വസ്ത്രാഭരണ, ഉടുക്കാനുള്ളതെടുത്ത് പുതച്ചു, പുതയ്ക്കാനുള്ളതെടുത്ത് ഉടുത്തു, ആഭരണങ്ങളൊക്കെ മാറി മാറി ധരിച്ചു. കാരണം അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണനെ ഒന്ന് കാണണം. കൃഷ്ണൻ ഇങ്ങോട്ട് കാണണമെന്നോ മറ്റുള്ളവർ തങ്ങളെ കാണുന്നോ ഒന്നും നോക്കിയില്ല, കൃഷ്ണനെ ഒന്ന് കാണണം. സർവവിധത്തിലും അവർ ആ ഭഗവാന്റെ സവിധത്തിലേക്ക് എത്തുന്നതും അവിടെ യമുനാതീരത്ത് കദംബവൃക്ഷത്തിൽ ചാരി നിന്ന് അതിസുന്ദരമായി വേണുഗാനം ചെയ്യുന്ന ശ്യാമസുന്ദരനായ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ മുൻപിൽ ചെന്ന് ആ ഗോപികമാർ നമസ്കരിച്ചതും ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ആദ്യം സ്വാഗതം ചെയ്തു. പിന്നീട് ഭഗവാൻ ഭംഗിയായിട്ട് ധർമ്മത്തെ ഉപദേശിച്ചു. ഈ രാത്രിയിൽ, ഘോരമായ രാത്രിയിൽ, പല വിധത്തിലുള്ള മൃഗങ്ങളുള്ള ഈ വൃന്ദാവനത്തിൽ നിങ്ങളിങ്ങനെ ഇറങ്ങി നടന്നത് ശരിയായില്ല. നിങ്ങൾക്കൊക്കെ ഗൃഹത്തിൽ പലതരത്തിലുള്ള ധർമ്മങ്ങളുണ്ടല്ലോ, ഭർത്തൃധർമ്മങ്ങൾ, അവരുടെ കുടുംബത്തെ നോക്കുക. എന്തൊക്കെ സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് പതിവ്രതയായ ധർമ്മപത്നികളുടെ കർത്തവ്യം എന്നൊക്കെ ഉപദേശിച്ചു. ഇനി എന്നിലേക്ക് എത്തണമെങ്കിൽ എന്നെ കണ്ടുകൊണ്ടും എൻ്റെ ആ വേണുഗാനം കഥകളെ കേട്ടുകൊണ്ടും എന്നെ ധ്യാനിച്ചുകൊണ്ടുമൊക്കെ നിങ്ങൾക്ക് എന്നിലേക്ക് എത്തിച്ചേരാമല്ലോ. അതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോയിക്കോളൂ എന്ന ഭാവത്തിൽ ഭഗവാൻ അവരെ തിരിച്ചയക്കാൻ ശ്രമിച്ചതായ സമയത്ത് ആ ഗോപികമാർ അവിടെ ഇതാ തല താഴ്ത്തി കണ്ണുനീരോടുകൂടി ഭഗവാന്റെ മുൻപിലേക്ക് അവരവരുടെ പ്രേമ ഭാവത്തെ സമർപ്പിക്കുന്നതായ രംഗം. ഭഗവാനെ, എങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു പോവുക? അങ്ങയുടെ ഈ വേണുഗാനം കേട്ട് കേട്ട് സർവ്വവിധത്തിലും ഞങ്ങളുടെ ഹൃദയം അങ്ങയിലേക്ക് സമർപ്പിച്ചവരാണ് എന്ന് മാത്രമല്ല, അങ്ങ് പറഞ്ഞു ഭർത്താവിനെ ശുശ്രൂഷിക്കണം, ഭർത്താവിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ. ആരാ ഭർത്താവ്? ഞങ്ങളുടെ ഭർത്താവിനും ഈ പ്രപഞ്ചത്തിനും മുഴുവൻ ഭർത്താവ് അങ്ങല്ലേ. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പതിയായിരിക്കുന്നതായ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നതിന് ഞങ്ങൾക്കൊരു തെറ്റും തോന്നുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് അങ്ങ് പറഞ്ഞാലും ഞങ്ങളുടെ കാലുകൾ സമ്മതിക്കണ്ടേ? അങ്ങയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു ആവേശമായിരുന്നു ഞങ്ങളുടെ കാലുകൾക്ക് കൃഷ്ണനെ കാണാൻ വരുമ്പോൾ. പക്ഷേ അങ്ങയുടെ അടുത്ത് നിന്ന് തിരിച്ചു പോകാൻ ഞങ്ങളുടെ കാലുകൾ അത്ര സന്തോഷം കാണിക്കണില്ല. അങ്ങയെ കാണുന്ന ആ ഒരു സന്തോഷം മറ്റ് ഒരു കാഴ്ചകൾ കാണുമ്പോഴും ഞങ്ങളുടെ കണ്ണുകൾക്ക് കിട്ടുന്നില്ല. ഇത്തരത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങയിൽ മാത്രമാണ് ആനന്ദം എന്ന വിധത്തിൽ ചേർന്നിരിക്കുന്ന ഞങ്ങളെ
ഈ രാത്രിയിൽ അർത്ഥബന്ധുവായ അങ്ങ് കൈവിടരുതേ എന്ന ഭാവത്തിൽ ആ ഗോപികമാർ അവരുടെ പ്രേമഭാവത്തെ അങ്ങ് സമർപ്പിച്ചതും ഭഗവാന് സന്തോഷമായി. ഭഗവാൻ അവരുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുന്നതും സർവ്വവിധത്തിലും ആ ഗോപികമാർ ഭഗവാനെ അവരുടെ ഇടയിലേക്ക് സ്വീകരിച്ചു. കൃഷ്ണനെ സ്വന്തമായി കിട്ടി എന്നുള്ളതായ ആനന്ദം അല്ലേ, എത്രയായാലും എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ ചെറിയൊരു അഹങ്കാരത്തിൻ്റെ കണിക. അഹങ്കാരില്ല എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടാവും അത്രേ. എനിക്കങ്ങനെ ഒരു അഹങ്കാരം ഇല്ല എന്ന് ചില അഹങ്കാരികൾ പറയണത് കേൾക്കാറില്ലേ? അപ്പോൾ അങ്ങനെ വല്ല തരത്തിലും ഒരു അഹങ്കാരത്തിൻ്റെ കണിക ഗോപികമാരുടെ ഉള്ളിലുണ്ടെങ്കിൽ അതുകൂടി നീക്കിയിട്ട് വേണം അനുഗ്രഹിക്കാനെന്ന ഭാവത്തിൽ ഭഗവാൻ അവരുടെ ഇടയിൽ നിന്നും അന്തർധാനം ചെയ്യുന്നതായ രംഗം. ഇത്ര സമയം കൃഷ്ണൻ അവർ പറയുന്നത് പോലെ ഇരിക്കുന്നു, അവർ പറയുന്നത് പോലെ കിടക്കുന്നു, അവർ പറയുന്നത് പോലെ ആലിംഗനം ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചത് കൃഷ്ണന് ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണെന്ന്. പക്ഷെ ഒരു നിമിഷം കൃഷ്ണനെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ബോധ്യമായി കൃഷ്ണന് ഞങ്ങളല്ല ജീവൻ, ഞങ്ങളുടെ ജീവനാണ് കൃഷ്ണൻ. അവിടുന്ന് അങ്ങോട്ട് ആ വൃന്ദാവനത്തിൽ ഗോപികമാർ നടത്തിയതായ കൃഷ്ണാന്വേഷണം പ്രശമായ പ്രസാദായ. എന്തിനാ ഭഗവാൻ അന്തർധാനം ചെയ്തത്? ഒരിക്കലും ഗോപികമാരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ ഉള്ളിലുള്ളതായ ആ അഹങ്കാരം നീക്കിയിട്ട് അവരെ അനുഗ്രഹിക്കണം എന്നുള്ള കാരുണ്യം കൊണ്ടാണ്. അവിടുന്ന് അതിഗംഭീരമായ കൃഷ്ണാന്വേഷണം അർദ്ധരാത്രിയിൽ യമുനാതീരത്തുകൂടി വഴിയിലുള്ള പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളോടും ശ്യാമസുന്ദരനായ രാമാനുജനായ തുളസിപ്രിയനായ കൃഷ്ണനെ കണ്ടുവോ എന്ന് ചോദിച്ച് നടന്നുപോയ ആ ഗോപികാ ഭജന സംഘം വളരെ ദൂരത്ത് വളരെ ഗംഭീരമായിട്ട് ആ കൃഷ്ണലീലകളെ പാടുന്നതും ഒടുക്കം അവർ തന്നെ ആ കൃഷ്ണഭാവത്തിലേക്ക് തന്മയീഭാവത്തിലേക്ക് ഉയരുന്നതുമായ രംഗം. അവരോരോരുത്തരും കൃഷ്ണലീലകളെ അനുകരിച്ചു. അവരോരോരുത്തർക്കും താൻ കൃഷ്ണനാണ് എന്ന ബോധം തോന്നി. അവരെല്ലാവരും ഉന്മത്തകളായിട്ട് ആ കൃഷ്ണലീലകളെ അനുകരിച്ചുകൊണ്ട് നീങ്ങുന്ന സമയത്താണ് പ്രേമസാമ്രാജ്യത്തിലെ മഹാറാണിയായ രാധാദേവി എന്ന് സജ്ജനങ്ങൾ അനുസ്മരിക്കുന്ന ഒരു ധന്യയായ ഗോപിക അവിടെ കിടക്കുന്നത് കണ്ടത്. ചോദിച്ചു, എന്തുപറ്റി? ഞങ്ങൾ കണ്ടു വരുന്ന വഴിയിലൊക്കെ എന്ത് കൃഷ്ണൻ്റെ ഒപ്പം കൃഷ്ണൻ്റെ പാദചിഹ്നം, അതിൻ്റെ ഒപ്പം ഏതോ ഒരു ഗോപികയുടെ കൂടി പാദചിഹ്നം. അപ്പോഴൊക്കെ ഞങ്ങൾ ചിന്തിച്ചു ആരാ ഈ ഭാഗ്യവതി എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പൂക്കൾ വീണ് കിടക്കുന്നത് കണ്ടു. മാല കെട്ടിയ മാല കെട്ടാനുള്ള സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഏതോ ഒരുത്തി കൃഷ്ണനെയും കൂട്ടി പോയിട്ടുണ്ടെന്ന്. എന്തു പറ്റി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളെയൊക്കെ വിട്ട് കൃഷ്ണൻ എന്നെയും കൂട്ടി നടന്നു. കുറച്ച് ദൂരത്തെത്തിയപ്പോൾ എനിക്ക് തോന്നി കൃഷ്ണനപ്പം എന്നോട് അധികം സ്നേഹമുണ്ടോ അവരെക്കാൾ? എന്നാൽ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. കൃഷ്ണ, എനിക്ക് കുറച്ച് പൂക്കൾ പറിച്ചു തരണം. പറിച്ചു തന്നു. മാല കെട്ടിത്തരണം. കെട്ടിത്തന്നു. എൻ്റെ തലയിൽ അങ്ങ് തന്നെ അത് ചൂടിച്ചു തരണം. ചൂടിച്ചു തന്നു. ഞാൻ പറയുന്നതൊക്കെ കൃഷ്ണൻ കേൾക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്കും അഹങ്കാരം തോന്നി. അഹങ്കാരം തോന്നുമ്പോൾ തലയിൽ കയറണം എന്നല്ലോ തോന്നുക. അപ്പം പറഞ്ഞു, എനിക്ക് കാലിൻ്റെ മുട്ട് വല്ലാത്ത വേദന, എന്നെ ഒന്ന് എടുക്കണം. ഗോവർദ്ധനൊക്കെ എടുത്ത ആളല്ലേ, അത്രയൊന്നും വെയിറ്റ് എന്തായാലും ഞാൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞതും സ്കന്ധ ആരുഹ്യതാം ഇതി, തൻ്റെ മുതുകിലേക്ക് കയറിക്കോളൂ എന്നും പറഞ്ഞ് ഭഗവാൻ അവിടെ ഇരുന്നു. ഒരു ചാട്ടം ചാടി. പിന്നെ അവിടെ കണ്ടിട്ടില്ല. ഇവിടെ ഗോപികമാരോട് ഈ ഗോപിക പറയുന്നു, നമ്മുടെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഭഗവാനെ നമുക്ക് കിട്ടാൻ പോണില്ല. ഭഗവാനെ കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ഭഗവാന്റെ കൃപ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഭക്തിയുടെ ഒരു സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കൽ മാത്രം. നാമം ജപിച്ചു, ഭാഗവതം കേട്ടു, അമ്പലത്തിൽ പോയി, പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു. ഇതൊക്കെ ഈ സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കൽ മാത്രം. അത് വിലയുള്ളതാവണത് അതിനടിയിൽ ഭഗവാന്റെ ആ കൃപ കൊണ്ട്, ഒരു കാരുണ്യം കൊണ്ട് ഒരു ഒപ്പ് വന്ന് വീഴുമ്പോഴാണ്. അത് ഭഗവാന് തന്നെ തോന്നണം. അതിനെന്താ വഴി? ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, കരയുക, ആ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഗോപികമാർ കരഞ്ഞ പ്രാർത്ഥനയാണ് ഗോപികാഗീതം. ഒരു ഭക്തിഗാനം അതെങ്ങനെ വേണം എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഭക്തിഗാനത്തിന് വേണ്ട രാഗവും താളവും വാക്കും ഭാവവും അതൊരിക്കലും ഉണ്ടാക്കുന്നതല്ല എന്നും
അതുണ്ടാകുന്നതാണ് എന്നും ഭാഗവതം ഈ ഗോപികാഗീതം എന്ന പ്രണയഗീതത്തിൽ കൂടി നമ്മളെ ഭക്തിഗീതത്തിൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്വതവേ നമ്മുടെയൊന്നും കരച്ചിൽ കേൾക്കാൻ സുഖമുള്ളതല്ല. കരയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ ടെൻഷൻ കൂട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ ഗോപികമാരുടെ കരച്ചിൽ ഇന്നും ഭക്തന്മാർ പല രാഗത്തിൽ, പല താളത്തിൽ, പല ഈണത്തിൽ പാടിപ്പാടി ഈ ലോകത്തിൻ്റെ മുഴുവൻ സങ്കടവും അകറ്റുന്നു എന്നുണ്ടെങ്കിൽ ഗോപികമാരുടെ കരച്ചിലിന് എങ്ങനെയാണ് ഈ സൗന്ദര്യം വന്നത്? അവർ കരഞ്ഞത് ഭഗവാന് വേണ്ടിയിട്ടായിരുന്നു. അവർ കരഞ്ഞത് ഭഗവത് ഭക്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. സർവവിധത്തിലും അവർ പ്രാർത്ഥിച്ചു, ജയതി തേധികം. ഭഗവാനെ ഞങ്ങൾ തോൽവി സമ്മതിച്ചു അല്ലേ? പഴയ കാലത്ത് ഈ ഒളിച്ച് കളി എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ടല്ലോ. ഇന്നിപ്പോൾ എന്താ അതിനെ പറയുക? സാറ്റ് കളി അല്ലേ? അപ്പോൾ ഒരാൾ ഒരു ഭാഗത്ത് നിന്ന് എണ്ണും, കുട്ടികളൊക്കെ കൂട്ടുകാരൊക്കെ പല സ്ഥലത്ത് പോയി ഒളിക്കും. അങ്ങനെ ഈ ഒളിച്ച് കളി ആരംഭിച്ചു. എത്രയായിട്ടും ഒരുത്തനെ കാണാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയിട്ട് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്ന് കണ്ടാൽ അവസാനം ഇയാൾ ഈ കുട്ടി ഇവിടുന്ന് വിളിച്ചു പറയും, എന്ത്? ഞാൻ തോറ്റു, നീ തന്നെയാണ് ജയിച്ചത്, ഇനി ആ ഒളിച്ച സ്ഥലത്തുനിന്ന് ഇറങ്ങി വന്നൂടെ എന്ന് പറയാറില്ലേ? അതുപോലെ ഗോപികമാരിവിടെ ഭഗവാനോട് പറയുന്നു, ഭഗവാനെ ഈ കളിയിൽ ഞങ്ങൾ പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ മുൻപിലേക്ക് അങ്ങ് ഇറങ്ങി വന്നാലേ ഞങ്ങൾക്ക് അങ്ങയെ ഒന്ന് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അതിസുന്ദരമായ ഈ രാത്രിയിൽ സർവ്വവിധത്തിലും അങ്ങയെ മാത്രം ആശ്രയമായി കണ്ട് ഇറങ്ങി വന്ന ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുതേ. എത്രയെത്ര ആപത്തുകളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെ എത്രയോ ആപത്തുകളിൽ നിന്ന് ഋഷഭദേവയം രക്ഷിതാമുഹു, എത്രയോ ആപത്തുകളിൽ നിന്ന് അങ്ങ് രക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും ആപത്തുകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ച് അവസാനം ഇങ്ങനൊരവസ്ഥയിൽ ഞങ്ങളെ ഉപേക്ഷിക്കാനായിരുന്നോ? അതുകൊണ്ട് എല്ലാ തരത്തിലും ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി വരണേ. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങയെപ്പോലെ വലിയ വലിയ ജ്ഞാനികളെപ്പോലെ അങ്ങയെ ഉപാസന ചെയ്യാനോ സാധന ചെയ്യാനോ ഉള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം അറിയാം, നഖലു ഗോപികാനന്ദനോ ഭവാൻ. അങ്ങ് കേവലം ഒരു ഗോപികാകുമാരനല്ല, ഒരു നന്ദഗോപകുമാരനല്ല, പകരം സർവചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് ശോഭിക്കുന്ന, അന്തരാത്മാവായി ശോഭിക്കുന്ന ചൈതന്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പലവിധത്തിലുള്ളതായ താപം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ ആ തൃക്കരങ്ങളെ കൊണ്ട് ഒന്ന് തലോടി ആശ്വസിപ്പിക്കണേ. മഹാലക്ഷ്മി പോലും ആ തൃക്കരത്തെ കൊണ്ട് ഒരു സ്പർശനം കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കെ സർവ്വവിധത്തിലും ആ ലക്ഷ്മീദേവി പോലും കൃഷ്ണാവതാരത്തോടുകൂടി വൃന്ദാവനത്തിലേക്ക് വന്ന് അങ്ങയെ ആശ്രയിക്കുന്നു എന്നിരിക്കെ ഞങ്ങളുടെ സർവ്വവിധത്തിലുള്ളതായ താപങ്ങളെയും അങ്ങ് ഇല്ലാണ്ടാക്കണേ. തവ കഥാമൃതം തപ്തജീവനം. പലവിധത്തിലുള്ളതായ താപങ്ങൾ അനുഭവിക്കുന്ന ഭക്തന്മാർ, അത്തരത്തിലുള്ള ഏതൊരു താപത്തെയും അകറ്റാൻ അവർക്കിന്ന് ഒരേ ഒരു ഔഷധം അങ്ങയുടെ ഈ കഥാമൃതം മാത്രമാണ്. അങ്ങനെ കൃഷ്ണകഥകളെ കൊണ്ടും കൃഷ്ണകീർത്തനങ്ങളെ കൊണ്ടും സർവ്വവിധത്തിലുള്ളതായ താപങ്ങളെയും അകറ്റുന്ന, സകല കൽമഷങ്ങളെയും അകറ്റുന്ന, സജ്ജനങ്ങൾ സദാസമയവും പാടുന്ന, കാതുകൾക്കെന്നും മംഗളത്തെ കൊടുക്കുന്നതായ ആ ഭഗവത് കഥകൾ അത് പാടിപ്പാടി അങ്ങയിലേക്ക് പ്രേമമുദിച്ച ഞങ്ങളെ പ്രേമസ്വരൂപനായ അങ്ങ് ഉപേക്ഷിക്കരുതേ. പ്രഭാതത്തിൽ അങ്ങ് വൃന്ദാവന വനപ്രദേശത്തിലേക്ക് വന്നാൽ വൈകിട്ട് അങ്ങ് തിരിച്ചു വരുന്ന ഞങ്ങൾക്കൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നളിന സുന്ദരം നാഥ തേ പദം. അതിസുന്ദരമായ താമരതളം പോലെ മൃദുലമായ ആ പാദങ്ങളുമായി അങ്ങ് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അരികിൽ പശുക്കളോടൊപ്പം ഓടിക്കളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ വേദന എന്നറിയോ? വല്ല കല്ലോ മുള്ളോ ആ കാലിൽ സ്പർശിച്ച് അങ്ങയുടെ കാലിന് വേദന പറ്റുമോ? അതുകൊണ്ട് സർവ്വവിധത്തിലും അങ്ങയുടെ പാദത്തിനൊരു മുറിവേറ്റാൽ അത് ഞങ്ങളുടെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് സർവ്വവിധത്തിലും അങ്ങയിലേക്ക് എല്ലാം വിട്ട് ആശ്രയിച്ച ഞങ്ങളെ ഈ ഒരു മഹാദുഃഖത്തിലേക്ക് തള്ളിവിടരുത് എന്ന ഭാവത്തിൽ ഭഗവാന്റെ തൃപ്പാദത്തെ തന്നെ
ആശ്രയിച്ചുകൊണ്ട് ആ ഗോപികമാർ ഗോപികാഗീതം എന്ന ആ പ്രേമഗീതത്തെ അവിടെ സമർപ്പിച്ചു. എപ്രകാരമാണോ സൂര്യനെ മറച്ചതായ കാർമേഘം മഴയായി പെയ്ത് നീങ്ങുമ്പോൾ ആ സൂര്യബിംബം ശോഭിക്കുന്നത്, അതേ ഭാവത്തിൽ ഗോപികമാരുടെ ഹൃദയാകാശത്തിൽ ഉരുണ്ടുകൂടിയ അഹങ്കാരത്തിൻ്റെ കാർമേഘം സർവ്വവിധത്തിലും ഗോപികാഗീതം എന്ന ഭാവത്തിൽ കണ്ണുനീരായിട്ട് പെയ്തൊഴിയുന്നതും അവിടെ സാക്ഷാൽ മന്മഥനായി കാമദേവനെ പോലും ലജ്ജിപ്പിക്കുന്ന സൗന്ദര്യത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ രാസലീലയ്ക്കായി അവതാരം ചെയ്യുന്ന രംഗം. ഗോപികമാർ വീണ് നമസ്കരിച്ചു. ചിലർ പരിഭവത്തോടുകൂടി മാറിയിരുന്നു. അവരെല്ലാവരും വന്ന് ഭഗവാനെ ആലിംഗനം ചെയ്തു, ചുംബിച്ചു. ഒടുവിൽ ഏതോ ഒരു ഗോപിക വിരിച്ചു കൊടുത്തതായ ഒരു ഉത്തരീയം, ആ ഉത്തരീയത്തിലേക്ക് യോഗീശ്വരാന്തരഹൃദി കൽപ്പിതാസന, യോഗീശ്വരന്മാരുടെ ഹൃദയത്തിലേക്ക് കഠിനമായ ഉപാസനകൾക്കൊടുവിൽ മാത്രം കയറി ചെല്ലുന്ന ഭഗവാൻ വൃന്ദാവനത്തിലെ പരമപ്രേമവതികളായ ആ ഗോപികമാരുടെ ഉത്തരീയത്തിലേക്ക് അവിടെ കയറിയിരിക്കുന്നതും അവരുടെ സർവ്വവിധത്തിലുള്ളതായ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നതും, തുടർന്ന് ആ അതിഗംഭീരമായ രാസലീല എന്ന രാസനൃത്തത്തിന് ഭഗവാൻ അരങ്ങൊരുങ്ങുന്നതുമായ രംഗം. അപ്പം ഭഗവാൻ നൃത്തം ചെയ്യാൻ പുറപ്പെടുന്നു അല്ലേ? മുമ്പ് കാളിയൻ്റെ ഭണങ്ങളിൽ ഭഗവാൻ വെറുതെ ഒന്ന് ചാടിയതാണ്. പക്ഷേ ആ ചാട്ടത്തിന് തന്നെ എന്തൊരു സൗന്ദര്യമായിരുന്നു. അപ്പോൾ വെറുതെ ചാടിയാൽ തന്നെ ഇത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ അഖിലകലാദിഗുരുവായ ഭഗവാൻ നൃത്തം ചെയ്യണം എന്നുദ്ദേശിച്ച് നൃത്തം ചെയ്താൽ അതെങ്ങനെയായിരിക്കും? അതുകൊണ്ട് തന്നെ ആകാശവീഥികളിൽ സിദ്ധഗന്ധർവ ചാരണ പന്നക കിന്നരാദികൾ എല്ലാവരും പലവിധത്തിലുള്ള വാദ്യങ്ങളെ മുഴക്കാനും പുഷ്പവൃഷ്ടി ചെയ്യാനുമായി കാത്തിരുന്നതായ രംഗത്തിൽ പ്രപഞ്ചത്തെ, പ്രകൃതിയെപ്പോലും അനുഗ്രഹിച്ച് കാലത്തെപ്പോലും സ്തംഭിപ്പിച്ച് ഭഗവാൻ ആ ഗോപികമാർക്ക് തന്നെ നൽകി നടത്തിയതായ ആ രാസലീല. ആരാണോ ഗോപികമാരുടെ ഈ പരമപ്രേമഭാവത്തെ കേൾക്കുന്നത് അവർക്ക് ഹൃദയശുദ്ധി ഉണ്ടാകും, ഹൃദയരോഗങ്ങളെല്ലാം നീങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പ്രകരണം അവിടെ സമർപ്പിച്ചത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.